വിശ്വാസികളെ, നാട്ടുകാരെ, സഖാക്കളെ, ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ രാജ്യത്തെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ്, സമരമാണ്. ആ സമരത്തിൽ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൃത്യമായി ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. സ്വാഭാവികമായും രണ്ടുപേരും അവിടെ ചെന്നാൽ BJPക്ക് എതിരാണല്ലോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അവിടെ കുറച്ചുകൂടി സൂക്ഷ്മമായുള്ളൊരു പരിശോധന നടത്തണം. അതാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ പരിശോധിക്കപ്പെടുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയും ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയും. അതിനകത്ത് എന്താണ് ഞാനും നിങ്ങളുമൊക്കെ ആശങ്കയോട് കൂടി കാണുന്ന പല വിഷയങ്ങളിലും കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, CPM-ന്റെയും CPI-യുടെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് ഇത് കാണണം. എഴുതപ്പെട്ടതാ. അത് ഇവിടെ കൊണ്ടോട്ടിയിൽ വന്നൊന്നും, അല്ലെങ്കിൽ മലപ്പുറത്ത് വന്നൊന്നും, കോഴിക്കോട് മറ്റൊന്നും, കാസർഗോഡ് മറ്റൊന്നും, ഡൽഹിയിൽ മറ്റൊന്നുമല്ല. പ്രകടന പത്രിക എല്ലായിടത്തും ഒന്നായിരിക്കും. അത് പറയുന്ന സമയത്ത് ചിലപ്പോൾ സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ 8ാമത്തെ പേജിലുണ്ട് എന്ന് പറഞ്ഞ് വല്ല തടി കഴിച്ചിലാക്കാം. ഇത് 8ാമത്തെ പേജ് വായിച്ചു നോക്കുന്നു ഇയാൾക്ക് മനസ്സിലായില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അത് വായിച്ചു കൊടുത്തു. ഇത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, കൃത്യമായ നിലപാട് ഈ രാജ്യത്ത് എടുക്കേണ്ട സമയമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ആ ബോധ്യപ്പെടുത്താൽ ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ബോധ്യപ്പെടുത്തൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തരത്തിലായിരിക്കും. കാരണം ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് മത്സരം. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രനൊക്കെ ബത്തേരിന്റെ പേര് മാറ്റാനും മറ്റൊക്കെ നടക്കുന്നത്. അവർക്ക് രാഷ്ട്രീയം പറയാൻ പറ്റുന്നില്ല. അവർ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ അവരാഗ്രഹിച്ചത് ഇപ്പോ വലിയ സംഘർഷം ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ മഞ്ചേരി മാതൃക കാണിച്ചു നോക്കി. നിങ്ങൾ CSI പള്ളിയുടെ മുറ്റമാണ് പെരുന്നാളിന് ഈദ്ഗാഹി കൊടുത്തത്. ഇത് ഒരു ട്രൂ കേരള സ്റ്റോറിയാണ്. ഇത് മലപ്പുറത്തിന്റെ കഥയാണ്. ഇവിടെ ഒരു വിഭാഗീയ ചിന്താഗതികൾക്കും ഒരിടവുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഷാർപ്പായി, ഏറ്റവും കൃത്യമായി BJP-യെ, സംഘപരിവാരത്തെ എതിർക്കാൻ ആരാണ് ഈ രാജ്യത്തുണ്ടാവുക എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഉരുണ്ടളിക്കുക. ഇവിടെ കേരളത്തിൽ ഈ വയനാട്ടിൽ എന്തിനാണ് മുസ്ലിം ലീഗിന്റെ കൊടി മാറ്റിവെക്കണം എന്ന് പറയുന്നത്? അത് BJP ഉണ്ടാക്കുന്ന പൊതുബോധ. ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് രാഷ്ട്രീയമായിട്ട്. പക്ഷെ അവരുടെ കൊടി ഒരു തീവ്രവാദികളുടെ കൊടിയാണെന്നുള്ള അഭിപ്രായം നമുക്കുണ്ടോ? ഇല്ല. അങ്ങനെ നമ്മൾ പറയൂല. എന്തിനാ അങ്ങനെ ഒരു കളറിനോട് അങ്ങനെ ഒരു വല്ലാത്ത ചിന്താഗതി വെച്ച് പുലർത്തുന്നത്? അങ്ങനെ ചിന്താഗതി വെച്ച് പുലർത്തുമ്പോൾ അതിനെ പിന്തുണക്കുന്നവരായി നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മാറുന്നു. ആ കോൺഗ്രസിന്റെ പൊതുബോധം, ഈ പൊതുചിന്തയോടൊപ്പം ലീഗിലെ ചില നേതൃത്വം അടുത്തു നിൽക്കുന്നു. ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഇവർക്ക് എങ്ങനെയാ പിന്നെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഡൽഹിയിൽ പോയി ആർജവത്തോടു കൂടി പ്രതികരിക്കാൻ പറ്റുക? ഈ വയനാട്ടിൽ കൊടിപിടിക്കാൻ സാധിക്കാത്തവർക്ക്, ഈ കേരളത്തിൽ കൊടിപിടിക്കാൻ സാധിക്കാത്തവർക്ക് എങ്ങനെയാ പ്രിയമുള്ളവരെ ഡൽഹിയിൽ പോയി പോരാട്ടം നടത്താൻ സാധിക്കുക? ഞാൻ വളരെ ഉറപ്പിച്ചു പറയുന്നു, എന്റെ രാഷ്ട്രീയവും എന്റെ നിലപാടുകളും എല്ലാം ഈ രാജ്യത്ത് ഈ മുസ്ലിം ലീഗിന്റെയും ഈ കോൺഗ്രസിന്റെയും ഒക്കെ കൊടി സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാകും എന്ന് തന്നെയാ പറയാനുള്ളത്. ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം. ജനാധിപത്യത്തെ വിലക്ക് വാങ്ങുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാകേണ്ടത് RSSന്റെ പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമായി നിന്നുകൊണ്ടല്ല. ഒടുക്കിനെതിരെ നീന്താനുള്ള ത്രാണി ഉണ്ടാകണം. ആ ത്രാണിക്കാണ് ഈ നാട് വോട്ട് ചെയ്യേണ്ടത്. അവിടെ ഇടതുപക്ഷം ഉണ്ടെങ്കിൽ ഇടതുപക്ഷം തന്നെയാണ് വിജയിക്കേണ്ടത്. ആ ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. 2004 കൃത്യം 20 കൊല്ലം കഴിയുമ്പോൾ ആവർത്തിക്കും എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അന്ന് കേരളത്തിൽ നിന്ന് 20-ൽ 19 സീറ്റ് ഇടതുപക്ഷം ജയിച്ചു പോയതാ. എന്തേ ഈ നാടിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? നാടിന് അഭിമാനകരമായ നിമിഷ സംഭാവന ചെയ്തത്. നിരുപാധിക പിന്തുണ അന്നത്തെ BJP ഗവൺമെന്റ് വാജ്പേയിയെ അകറ്റി നിർത്താൻ കൊടുത്തത് ഇടതുപക്ഷ. കാവല് നിൽക്കേണ്ടി വന്നില്ല ഇടതുപക്ഷത്തിന്റെ MP-മാർക്ക് ചുറ്റും. ഇവിടെ അങ്ങനെ ആയിരിക്കോ? ബാക്കി ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല. സ്ഥാനാർത്ഥി ആയതുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറയണ്ട. പക്ഷെ അത് യാഥാർത്ഥ്യമല്ലേ? കാവല് നിൽക്കേണ്ടി വരും ഇടതുപക്ഷത്തിന്റെ MP-മാർക്ക്? ഒരുത്തരെയും കാവല് നിൽക്കേണ്ടി വരില്ല. RSSനെതിരെയുള്ള പോരാട്ടത്തിൽ മുട്ടുവളക്കാതെ ആർജവത്തോടു കൂടി നിലപാട് പറയാൻ ഈ നാട്ടിൽ ഇടതുപക്ഷം ഉണ്ടാകും. അതിലൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് 2004-ൽ വാജ്പേയിയെ അകറ്റി നിർത്തിയതുപോലെ 2024-ൽ രാജ്യത്തിന്റെ മതനിരപേക്ഷതക്ക് പ്രതീക്ഷ നൽകുന്ന കരുത്തായി ഇടതുപക്ഷം ഉണ്ടാകും. ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നത്.
അതിനുവേണ്ടി ഏറ്റവും സജീവമായി സക്രിയമായി നിങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുക. നിങ്ങൾ വോട്ട് ചെയ്യുന്നതോടൊപ്പം ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുകൂടി വേണം നിങ്ങൾ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. 15 ലക്ഷത്തോളം വോട്ടർമാരെ ഒരു സ്ഥാനാർത്ഥിക്ക് നേരിട്ട് കാണുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. എന്നിരുന്നാലും ഈ മണ്ഡലത്തിന്റെ എല്ലാ ഊടുവഴികളിലൂടെയും ഈ സമയത്ത് തന്നെ ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു, ഞങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു, ആളുകളെ കണ്ടു കഴിഞ്ഞു. പരമാവധി ആളുകളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും ബാക്കി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും കാണാൻ വിട്ടുപോവുകയോ ആളുകളുടെ അടുത്തേക്ക് നേരിട്ട് എത്താൻ പറ്റാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ നിങ്ങൾ എനിക്ക് വേണ്ടി നികത്തി തരണം, എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കണം, ഇടതുപക്ഷത്തിന് വേണ്ടി നിങ്ങൾ വോട്ടഭ്യർത്ഥിക്കണം എന്ന് പറഞ്ഞ് വളരെ വിനയത്തോടു കൂടി ഒരിക്കൽ കൂടി നിങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നു. ജയിച്ച് ജനപ്രതിനിധിയായാൽ ഓടി ഒളിക്കുന്നവനാകില്ല, നിങ്ങൾക്കിടയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നവനായി ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്നു. നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.